students, welcome back to my class. So today we are going to discuss about the shaft or axial filament of Paramecium chordatum. Okay, in the last class we have discussed about the ciliature and the structure of kinetosome. Okay, നമ്മൾ കൈനറ്റോസോമിൻ്റെ സ്ട്രക്ചർ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി നോക്കാനുള്ളത് ആക്ഷ്യൽ ഫിലമെൻ്റ് അല്ലെങ്കിൽ ഷാഫ്റ്റ് അല്ലെങ്കിൽ ആക്ഷ്യൽ ഫിലമെൻറ്റിൻ്റെ സ്ട്രക്ചറാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഡീറ്റെയിൽ ആയിട്ട്. So, the shaft of cilium has three parts. They are axial filament complex, matrix and limiting plasma membrane. നമ്മൾ ആക്ഷ്യൽ ഫിലമെൻറ്റിൻ്റെ സ്ട്രക്ചറൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആക്ഷ്യൽ ഫിലമെൻറ്റിൻ്റെ മൂന്ന് പാർട്സ് ആണുള്ളത്. ദേ ആർ ആക്ഷ്യൽ ഫിലമെൻറ്റ് കോംപ്ലക്സ് കാണുന്നുണ്ട്, മെട്രിക്സ് ഉണ്ട്, അതുപോലെ തന്നെ ലിമിറ്റിംഗ് പ്ലാസ്മ മെമ്പറൈൻ ഉണ്ട്. ഓക്കെ, സോ ഇത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇവിടേക്ക് നോക്കണ്ട, അത് മോഷൻ കാണിക്കുന്നതാണ്, ഡയറക്ഷൻ മോഷൻ. ഇതാണ് ആക്ഷ്യൽ ഫിലമെൻറ്റ് എന്ന് പറയുന്നത്. ആക്ഷ്യൽ ഫിലമെൻറ്റ് കോംപ്ലക്സ്, ഇതാണ് ആക്ഷ്യൽ ഫിലമെൻറ്റ് അല്ലെങ്കിൽ ഷാഫ്റ്റ്. സോ ഇവിടെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ എന്തൊക്കെ കാണാൻ പറ്റുന്നുണ്ട്? സബ് ട്യൂബ്യൂൾസ് കാണുന്നുണ്ട് അല്ലേ, അല്ല സോറി, മൈക്രോ ട്യൂബ്യൂൾസ് കാണുന്നുണ്ട്. 9 മൈക്രോ ട്യൂബ്യൂൾസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് പെരിഫറിയിൽ, 2 സെൻറ്ററിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സ്ട്രക്ചർ നോക്കാമില്ല. ഓക്കെ, സോ 3 പാർട്സ് ഉണ്ട് പറഞ്ഞു. ആക്സിയൽ ഫിലമെൻറ്റ് കോംപ്ലക്സ് കാണുന്നുണ്ട്, അതുപോലെ തന്നെ മെട്രിക്സ് ഉണ്ട്, പ്ലാസ്മ മെമ്പറൈൻ ഉണ്ട്. സോ ആക്ഷ്യൽ ഫിലമെൻറ്റ് കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. Axial filament complex, also called axial complex or axonym, is the axial core of the shaft. ഷാഫ്റ്റിൻ്റെ ആക്സിയൽ കോറിനെയാണ് നമ്മൾ ആക്സിയൽ ഫിലമെൻറ്റ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ഓൾസോ നോൺ ആക്സ് ആക്സോണിം എന്ന് പറയുന്നത്. അതിന് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഫ്ലൂയിഡ് ഗ്രൗണ്ട് സബ്സ്റ്റൻസിനെയാണ് ആക്സിയൽ കോംപ്ലക്സ് എംബഡ് ചെയ്തിട്ടുള്ള ആ ഫ്ലൂയിഡ് ഗ്രൗണ്ട് സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ആക്സിയൽ മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതാണ് ലിമിറ്റിംഗ് പ്ലാസ്മ മെമ്പറൈൻ. റൗണ്ടായിട്ട് കാണുന്നത് ലിമിറ്റിംഗ് പ്ലാസ്മ മെമ്പറൈൻ ആണ്. ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന പോർഷനാണ് മെട്രിക്സ്. സോ ഇതിന് മുകളിൽ നമുക്ക് മെട്രിക്സ് എന്ന് വിളിക്കാം. അതിൻ്റെ ഉള്ളിലാണ് ഈ ആക്ഷ്യൽ ഫിലമെൻറ്റ് കോംപ്ലക്സ് എംബഡ് ചെയ്തുള്ളത്. മനസ്സിലായോ? ഈ സബ്ട്യൂബ്യൂൾസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഇതിനാണ് നമ്മൾ ആക്ഷ്യൽ ഫിലമെൻറ്റ് കോംപ്ലക്സ് എന്ന് പറയുക. അത് എംബഡ് ചെയ്തുള്ള സ്ഥലമാണ് മെട്രിക്സ്. അതിൻ്റെ മെമ്പറൈനാണ് ലിമിറ്റിംഗ് പ്ലാസ്മ മെമ്പറൈൻ. ഓക്കെ, സോ ആക്ഷ്യൽ കോംപ്ലക്സിന് എന്താണുള്ളത്? ഒരു ഫൈബ്രില്ലാർ ഓർഗനൈസേഷൻ ആണുള്ളത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ടിപ്പിക്കലി എ ലൂസ് ബണ്ടിൽ ഓഫ് 11 മൈക്രോട്യൂബ്യൂൾസ്. 11 മൈക്രോട്യൂബ്യൂൾസിൻ്റെ ഒരു ബണ്ടിലാണ്. നമുക്ക് ആദ്യം നോക്കിയിട്ട് എന്താണ് പിക്ചർ നോക്കാം കേട്ടോ. അപ്പം 11 മൈക്രോട്യൂബ്യൂൾസിൻ്റെ ഒരു ബണ്ടിലാണ് കാണുന്നത്. 2 ഓഫ് ദീസ് ബണ്ടിൽസ് ആർ സെൻട്രൽ ആൻഡ് അതേഴ്സ് പെരിഫറൽ പൊസിഷൻ. 2 ബണ്ടിൽസ് സെൻട്രലിലും ബാക്കിയുള്ളത് പെരിഫറലിലാണ് കാണുന്നത്. ആ പെരിഫറൽ ട്യൂബ്യൂൾസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ആ സെൻട്രൽ വൺസിൻ്റെ ചുറ്റുവറ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ സെൻട്രൽ ട്യൂബ്യൂൾസ് അറേഞ്ച് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ആ ബേസൽ പ്ലേറ്റിൽ നിന്നാണ്, അല്ലെങ്കിൽ ആക്സിൽ ഗ്രാനുളിൽ നിന്നാണ് അറേഞ്ച് ചെയ്യുന്നത്. ദേ മേ എക്സ്റ്റെൻഡ് ടു ദ ടിപ്പ് ഓഫ് ദ ഷാഫ്റ്റ് ആൻഡ് ടെർമിനലി ഫ്യൂസ് വിത്ത് ദ പ്ലാസ്മ മെമ്പറൈൻ. അവർ ഷാഫ്റ്റിൻ്റെ ടിപ്പ് വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട് ഈ സെൻട്രൽ ട്യൂബ്യൂൾസ്. ലാസ്റ്റ് ലിമിറ്റ് പ്ലാസ്മ മെമ്പറൈനായിട്ട് ഫ്യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത് നോക്കാം. ഇതിൽ ആക്ഷ്യൽ ഫിലമെൻറ്റിൽ എന്ത് കാണുന്നുണ്ട്? 11 മൈക്രോ ട്യൂബ്യൂൾസിൻ്റെ ഒരു ബണ്ടിലാണ് ആക്ഷ്യൽ ഫിലമെൻറ്റ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. 11 മൈക്രോ ട്യൂബ്യൂൾസ് ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, 1 2 3 4 5 6 7 8 9. പെരിഫറിയിൽ 9 മൈക്രോ ട്യൂബ്യൂൾസിൻ്റെ ബണ്ടിൽ കാണുന്നുണ്ട്, സെൻട്രലിൽ 2. സോ 9+2 അറേഞ്ച്മെൻ്റ് ആണ് വരുന്നത്. അങ്ങനെ 11 മൈക്രോ ട്യൂബ്യൂൾസ് കാണുന്നുണ്ട്. ദ പെരിഫറൽ ട്യൂബ്യൂൾസ് ആർ അറേഞ്ച് കോൺസെൻട്രിക്കലി അറൗണ്ട് സെൻട്രൽ വൺസ്. ഈ സെൻട്രൽ വൺസിൻ്റെ ചുറ്റുപാടുമായിട്ട് പെരിഫറൽ വൺസ് 9 ഈ 2 ചുറ്റോറും 9 അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, സെൻട്രൽ ട്യൂബ്യൂൾസ് എന്ന് പറഞ്ഞാൽ ഒരു ബേസ് പ്ലേറ്റിൽ നിന്നാണ് അറേഞ്ച് ചെയ്യുന്നത്. ഇനി സെൻട്രൽ ട്യൂബ്യൂൾസ് എന്ന് പറഞ്ഞാൽ സിംഗ്ലറ്റ് ആണ്. നിങ്ങൾക്ക് കാണാം അല്ലേ? സെൻട്രൽ ട്യൂബ്യൂൾസ് എന്താണ്? ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഇതൊക്കെ ഡബ്ലറ്റ് ആണ്, ഒരു പെയറായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ഇതെന്താണ്? ഡബ്ലറ്റ് ആണ്. അതുപോലെ തന്നെ ഇതും ഡബ്ലറ്റ് ആണ്. അതിൻ്റെ ഇന്നർ വണ്ണിനെ നമ്മൾ എ എന്ന് വിളിക്കുന്നു, ഔട്ടർ വണ്ണിനെ ബി എന്ന് വിളിക്കുന്നു. ഓക്കെ, അങ്ങനെ ഡബ്ലറ്റ് ആയിട്ടാണ് കാണുന്നത്. പക്ഷേ സെൻട്രൽ ട്യൂബ്യൂൾസ് എന്ന് പറഞ്ഞാൽ സിംഗ്ലറ്റ് ആണ്. ഇതൊന്ന്, ഇത് വേറൊന്ന്. അപ്പോൾ ഇത് സിംഗ്ലറ്റ് ആണ്, ഡബ്ലറ്റ് അല്ല, ഒരു പെയറായിട്ടല്ല കാണുന്നത്. ആൻഡ് പക്ഷെ ഓരോ സബ്ട്യൂബ്യൂളും, ഇപ്പോൾ സെൻട്രൽ ട്യൂബ്യൂൾസ് സിംഗ്ലറ്റ് ആണ് പറഞ്ഞു, ഇതൊരു സിംഗ്ലറ്റ് ആണ്, ഇതൊരു സിംഗ്ലറ്റ് ആണ്. പക്ഷേ ഈ സിംഗ്ലറ്റിൻ്റെ എന്താണ്? ആ സിംഗ്ലറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു സബ്ട്യൂബ്യൂളിൻ്റെ ഓരോ സബ്ട്യൂബ്യൂൾ ഉണ്ടാക്കിയിട്ടുള്ളത് 13 പ്രോട്ടോഫിലമെൻറ്റ്സ് കൊണ്ടാണ്. ഈ സബ്ട്യൂബ്യൂൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്തുകൊണ്ടാണ്? 13 പ്രോട്ടോഫിലമെൻറ്റ്സ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വിച്ച് ആർ മെയ്ഡ് അപ്പ് ഓഫ് ആൽഫ ആൻഡ് ബീറ്റ ട്യൂബ്യൂലിൻസ് ആൻഡ് സം മൈക്രോട്യൂബ്യൂൾ അസോസിയേറ്റഡ് പ്രോട്ടീൻസ് ഓർ MAPs. ഓക്കെ, അപ്പോൾ സെൻട്രൽ മൈക്രോ ട്യൂബ്യൂൾസ് എന്ന് പറഞ്ഞാൽ സിംഗ്ലറ്റ് ആണ്. അവർ ഓരോന്നും ഫോം ചെയ്തിട്ടുള്ളത് ഒരു സിംഗിൾ സബ്ട്യൂബ്യൂൾ കൊണ്ടാണ്. ആൻഡ് ഈ സബ്ട്യൂബ്യൂൾ എന്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്? 13 പ്രോട്ടോഫിലമെൻറ്റ്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ ഓരോ പ്രോട്ടോഫിലമെൻറ്റും ഉണ്ടാക്കിയിട്ടുള്ളത് ആൽഫ ആൻഡ് ബീറ്റ ട്യൂബ്യൂലിൻസ്, അതുപോലെ തന്നെ മൈക്രോട്യൂബ്യൂൾ അസോസിയേറ്റഡ് പ്രോട്ടീൻസ് ഓർ MAPs വെച്ചിട്ടാണ്.
ആൻഡ് ദി ടു സെൻട്രൽ ട്യൂബ്യൂൾസ് ആർ എൻവലപ്ഡ് ആൻഡ് എൻക്ലോസ്ഡ് ബൈ എ കോമൺ ഷീറ്റ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു കോമൺ ഷീറ്റ് വെച്ചിട്ട് അതിനെ എൻവലപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ കാണുന്ന പോലെ ഒരു കോമൺ ഷീറ്റ്, അത് രണ്ടിനെ എൻക്ലോസ് ചെയ്തുകൊണ്ട് ഒരു കോമൺ ഷീറ്റ് കാണാം. ഇത് കാണുന്ന സെൻട്രൽ ഷീറ്റ് കണ്ടോ, സെൻട്രൽ ഷീറ്റ് ഇതിനെ കവർ ചെയ്തുകൊണ്ട് ഒരു സെൻട്രൽ ഷീറ്റ് കാണുന്നുണ്ട്. ക്ലിയർ ആയല്ലോ? അതുപോലെ തന്നെ എക്സ്റ്റെൻഡിങ് ഫ്രം ദിസ് ഷീറ്റ് ആർ 9 റേഡിയൽ സ്പോക്സ് ഓർ റേഡിയൽ ലിങ്ക്സ്, 1 to each പെരിഫറൽ ട്യൂബ്യൂൾ. ഇവിടെ നിന്ന് നിങ്ങൾക്ക് കാണാം അതിന്ന് ഈ സെൻട്രൽ ഷീറ്റിൽ നിന്ന് എന്ത് പോകുന്നുണ്ട്, ഓരോ പെരിഫറൽ ട്യൂബ്യൂളിക്കും മൈക്രോ ട്യൂബ്യൂളിക്കും ഓരോ റേഡിയൽ ലിങ്ക്സ് പോകുന്നുണ്ട്, ഓരോ ലൈൻസ് കണ്ടിൽ പോകുന്നത്. അതിനാണ് നമ്മൾ റേഡിയൽ ലിങ്ക് എന്ന് പറയുന്നത്. റേഡിയൽ സ്പോക്സ്, റേഡിയൽ ലിങ്ക് അറേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, റേഡിയൽ ലിങ്ക്സ് അല്ലെങ്കിൽ റേഡിയൽ സ്പോക്സ് എന്ന് പറയും. അതുപോലെ തന്നെ ഈച്ച് സ്പോക്ക് ഹാസ് എ ഡെൻസ് ടെർമിനൽ ഹെഡ് അല്ലെങ്കിൽ നോബ് കാണുന്നുണ്ട് അറ്റ് ഇറ്റ്സ് ഇന്നർ എൻഡ്. അതിൻ്റെ ഇന്നർ എൻഡിൽ എന്ത് കാണാം, ഒരു ഹെഡ് കാണുന്നുണ്ട്. ഈ സ്പോക്കിൻ്റെ ഇന്നർ എൻഡിൽ എന്ത് കാണാം, ഒരു ഹെഡ് കാണുന്നുണ്ട് അല്ലേ. കുറച്ചുകൂടി ക്ലിയർ ആണ് ഈ പിക്ചർ നോക്കാം. എന്താ റേഡിയൽ സ്പോക്സിൻ്റെ ഇന്നർ എൻഡിൽ ഒരു ഹെഡ് കാണുന്നുണ്ട്. ഈ റൗണ്ടായിട്ട് കാണുന്നതിനാണ് ഹെഡ് എന്ന് പറയുന്നത്. റേഡിയൽ സ്പോക്സിൻ്റെ ഹെഡാണിത്. ഇറ്റ് മേ ബി യൂഷ്വലി ഫോക്ക് ലൈക്ക് ആയിരിക്കാം, അതൊരു ഫോക്ക് പോലെയാണ് നിൽക്കുന്നുണ്ടാവുക. അതുപോലെ തന്നെ ലിങ്ക് ഹെഡ് ഈസ് കണക്റ്റഡ് ടു ദ സെൻട്രൽ ഷീറ്റ് ബൈ എ ട്രാൻസിഷണൽ ജംഗ്ഷൻ. ഇതിനെ അങ്ങോട്ട് കണക്ട് ചെയ്തൊരു ഈ ലിങ്ക് ഹെഡിനെ ഇവിടേക്ക് കണക്ട് ചെയ്യുന്ന ഒരു ട്രാൻസിഷണൽ ജംഗ്ഷനാണ് കണക്ട് ചെയ്യുന്നത്. അറ്റ് ദി ഔട്ടർ എൻഡ് ദി സ്പോക്ക് ബൈൻഡ്സ് വിത്ത് ദ ഇന്നർ സബ് ട്യൂബ്യൂൾ ഓഫ് എ കറസ്പോണ്ടിങ് പെരിഫറൽ ട്യൂബ്യൂൾ. കാണുന്നുണ്ടല്ലോ, മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക്? ഇവിടെ ഈ റേഡിയൽ ലിങ്ക് ഓരോ മൈക്രോ ട്യൂബ്യൂളിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നുണ്ട് സെൻട്രൽ ഷീറ്റിലേക്ക്. അപ്പോൾ ഇവിടുത്തെ ഇന്നർ ട്യൂബ്യൂൾ, ഈ പെരിഫറൽ മൈക്രോ ട്യൂബ്യൂളിൻ്റെ ഇന്നർ ട്യൂബ്യൂളിൽ നിന്നാണ് എന്ത് പോകുന്നത്, ഈ റേഡിയൽ ലിങ്ക്സ് പോകുന്നത്. ഇവിടെ കാണാം, ഇവിടെയൊക്കെ ഈ ഡബ്ലറ്റിൻ്റെ ഇന്നർ വണ്ണെന്നാണ് ഇങ്ങോട്ട്, ഇന്നർ ആമെന്നാണ് ഇങ്ങോട്ട് റേഡിയൽ ട്യൂബ്യൂൾ അല്ലെങ്കിൽ റേഡിയൽ സ്പോക്ക് അറൈസ് ചെയ്യുന്നത്. ഓക്കെ, പെരിഫറൽ മൈക്രോ ട്യൂബ്യൂൾസ് ആർ ഡബ്ലറ്റ്സ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് സെൻട്രൽ ട്യൂബ്യൂൾസിൻ്റെ കാര്യമാണ്. എന്താ ഒന്നുകൂടി നോക്കാം സെൻട്രൽ ട്യൂബ്യൂൾസിൻ്റെ കാര്യം. അപ്പം നമ്മൾ പറഞ്ഞു ഷാഫ്റ്റിൻ്റെ കാര്യം പറഞ്ഞു. ഷാഫ്റ്റിന് 3 ഭാഗമുണ്ട് പറഞ്ഞു. ആക്ച്വൽ ഫിലമെന്റ് കോംപ്ലക്സ് ഉണ്ട്, മെട്രിക്സ് ഉണ്ട്, അതുപോലെ തന്നെ ലിമിറ്റിംഗ് ക്ലാസ് മെമ്പറിൻ ഉണ്ട് പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞത് ടിപ്പിക്കലി ലൂസ് ബണ്ടിൽ ഓഫ് 11 മൈക്രോ ട്യൂബ്യൂൾസ് കാണുന്നുണ്ട്. 9+2 അറേഞ്ച്മെൻ്റ് ആണ് കാണുന്നത്. പെരിഫറൽ ട്യൂബ്യൂൾസ് കോൺസെൻട്രിക്കലി അറേഞ്ച് ചെയ്തിട്ടുള്ളത് 2 സെൻട്രൽ വൺസിൻ്റെ ചുറ്റുമായിട്ട് കോൺസെൻട്രിക്കലി അറേഞ്ച് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ അതിന് ഓരോന്നും സെൻട്രൽ ട്യൂബ്യൂൾസ് പറഞ്ഞാൽ സിംഗ്ലറ്റ് ആണ്. അത് ഒരു സിംഗിൾ സബ് ട്യൂബ്യൂളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ ഓരോ സബ് ട്യൂബ്യൂളും 13 പ്രോട്ടോഫിലമെന്റ്സ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. എഗെയിൻ 13 പ്രോട്ടോഫിലമെന്റ്സ്, ആൽഫ ആൻഡ് ബീറ്റ ട്യൂബ്യൂൾസ്, അതുപോലെ തന്നെ മൈക്രോ ട്യൂബ്യൂൾ അസോസിയേറ്റഡ് പ്രോട്ടീൻസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? ഇനി സബ് ട്യൂബ്യൂൾസ് കണക്ട് ചെയ്തിട്ടുള്ളത് ഉള്ളിലേക്കുള്ള സബ് ട്യൂബ്യൂൾസിനെ സെൻട്രൽ ട്യൂബ്യൂൾസിനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു കോമൺ ഷീറ്റ് കാണാം. ഈ കോമൺ ഷീറ്റിൽ നിന്ന് ഓരോ പെരിഫറൽ ട്യൂബ്യൂളിക്കും റേഡിയൽ സ്പോക്സ് അല്ലെങ്കിൽ റേഡിയൽ ലിങ്ക്സ് അറൈസ് ചെയ്യുന്നുണ്ട്. റേഡിയൽ സ്പോക്കിന് സ്പോക്ക് ഹെഡ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരു ട്രാൻസിഷണൽ ജംഗ്ഷൻ കാണാം. സെൻട്രൽ ഷീറ്റിനെ കണക്ട് ചെയ്യുന്ന ഭാഗത്ത് ട്രാൻസിഷണൽ ജംഗ്ഷൻ കാണുന്നുണ്ട്. പെരിഫറൽ മൈക്രോ ട്യൂബ്യൂൾസ് പറഞ്ഞാൽ ഡബ്ലറ്റ് ആണ് പറഞ്ഞത്. നമുക്ക് പെരിഫറലിൻ്റെ കാര്യം നോക്കാം. അപ്പോൾ പെരിഫറൽ മൈക്രോ ട്യൂബ്യൂൾസ് ആർ ഡബ്ലറ്റ്സ് ആണ്. അത് ഒരു പെയർ ആയിട്ടാണ് കാണുന്നത്. ഈച്ച് ഓഫ് ദം ഈസ് ഫോംഡ് ഓഫ് 2 സബ് യൂണിറ്റ്സ്. ഇന്നർ ആമിനെ നമ്മൾ എ എന്ന് വിളിക്കും, ഔട്ടറിനെ ബി എന്ന് വിളിക്കും. ഇന്നർ സബ് ട്യൂബ്യൂൾ ഇസ് എ കോംപ്ലക്സ് കംപ്ലീറ്റ് ട്യൂബ്യൂൾ ആണ്, ഫോംഡ് ഓഫ് 13 പ്രോട്ടോഫിലമെന്റ്സ്. ഓക്കെ, അപ്പോൾ അതിൽ ഇന്നർ സബ് ട്യൂബ്യൂൾ എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ട്യൂബ്യൂൾ ആണ്. അത് ഉണ്ടാക്കിയിട്ടുള്ളത് 30. ഇവിടെ നമ്മൾ പറഞ്ഞതാണ് പെരിഫറൽ ട്യൂബ്യൂൾസ്. അപ്പോൾ ഓരോന്നും എ ബി എന്ന് പറഞ്ഞിട്ട് 2 ട്യൂബ്യൂൾ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇന്നർ വൺ. എ എന്ന് പറയുന്നത് എന്താണ്, അത് കംപ്ലീറ്റ് ട്യൂബ്യൂളാണ്. അതിനെ 13 പ്രോട്ടോഫിലമെന്റ്സ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓൺ ദ അതർ ഹാൻഡ് ഔട്ടർ സബ് ട്യൂബ്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ഇൻകംപ്ലീറ്റ് ആണ്. ആൻഡ് ഇസ് ഫോംഡ് ഓഫ് 9 or 10 പ്രോട്ടോഫിലമെന്റ്സ്. ഇതിൽ നമ്മൾ 9 അല്ലെങ്കിൽ 10 പ്രോട്ടോഫിലമെന്റ്സ് മാത്രമാണ് കാണുന്നത്. പിന്നെ ഈച്ച് പ്രോട്ടോഫിലമെന്റ് ഈസ് എ ബീഡഡ് സ്റ്റാൻഡ് ആണ്, ഫോംഡ് ഓഫ് ഗ്ലോബുലാർ പ്രോട്ടീൻ യൂണിറ്റ്സ്, മെയിൻലി ആൽഫ ആൻഡ് ബീറ്റ ട്യൂബുലൻസ് ആൻഡ് MAPs. അപ്പോൾ ഓരോ പ്രോട്ടോഫിലമെന്റും എന്താണ് ഒരു ബീഡഡ് സ്റ്റാൻഡ്. ബീഡഡ് എന്ന് പറയുമ്പോൾ ഒരു മുത്തുമണികൾ പോലെ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ബീഡ് പോലത്തെ ബീഡഡ് സ്റ്റാൻഡാണ്. അതിൽ നമുക്ക് ഗ്ലോബുലാർ പ്രോട്ടീൻ യൂണിറ്റ്സ് കാണാം. അതുപോലെ തന്നെ ഏതൊക്കെയാണ്, ആൽഫ ആൻഡ് ബീറ്റ ട്യൂബുലൻസ് ആണ്. അതുപോലെ തന്നെ MAPs കാണുന്നുണ്ട്, മൈക്രോ ട്യൂബ്യൂൾ അസോസിയേറ്റഡ് പ്രോട്ടീൻസ് അല്ലെങ്കിൽ MAPs കാണുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. പിന്നെ പെരിഫറൽ ഡബ്ലറ്റ് ട്യൂബ്യൂൾസ് ആർ കണക്റ്റഡ് വിത്ത് ഈച്ച് അതർ ആൻഡ് ഓൾസോ വിത്ത് ദ സെൻട്രൽ ഷീറ്റ്. ഈ പെരിഫറൽ ട്യൂബ്യൂൾസ് എന്താണ് നിങ്ങൾക്ക് കാണാം, ഈച്ച് അതർ കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. ഈ ട്യൂബ്യൂളിനെ അടുത്തനായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു കണക്ഷൻ കാണാം, ഇത് കണക്ഷൻ അടുത്തനായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവർ തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ദേ ആർ കണക്റ്റഡ് വിത്ത് ദ സെൻട്രൽ ഷീറ്റിനായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്.
they are connected with the central sheath through radial spokes. നമ്മൾ പറഞ്ഞു radial spokes വഴി കണക്ട് ചെയ്തിട്ടുണ്ട്. and each other through inter doublet links അല്ലെങ്കിൽ പെരിഫറൽ ലിങ്ക്സ്. അപ്പം അവർ സെൻട്രൽ ഷീറ്റിന് കണക്ട് ചെയ്യുന്നത് അതിൻ്റെ പേരാണ് റേഡിയൽ സ്പോക്സ്. പിന്നെ അവർ തമ്മിൽ കണക്ട് ചെയ്യുന്നതിൻ്റെ പേരാണ് ഇന്റർ ഡബ്ലറ്റ് ലിങ്ക്സ് അല്ലെങ്കിൽ പെരിഫറൽ ലിങ്ക്സ്. ഈ ലിങ്കിന് പറയുന്ന പേരെന്താണ്? ഇന്റർ ഡബ്ലറ്റ് ലിങ്ക്. ദിസ് ലിങ്കിന് പറയുന്ന പേരാണ് ഇന്റർ ഡബ്ലറ്റ് ലിങ്ക് അല്ലെങ്കിൽ പെരിഫറൽ ലിങ്ക് എന്ന് പറയും. ഈ ലിങ്ക് ഫോംസ് ചെയ്യുന്നത് മെയിൻലി ഒരു പ്രോട്ടീൻ കൊണ്ടാണ്. നെക്സിൻ എന്ന് പറഞ്ഞ പ്രോട്ടീൻ കൊണ്ടാണ് എന്തുണ്ടാക്കിയുള്ളത്? ഈ ഇന്റർ ഡബ്ലറ്റ് ലിങ്ക് കാണുന്നത്. ആ പേര് തന്നെ മനസ്സിലാവും, ഇന്റർ ഡബ്ലറ്റ്, രണ്ട് ഡബ്ലറ്റിൻ്റെ ഇടയിലുള്ള ലിങ്ക്. ഓക്കെ, ഇന്റർ ഡബ്ലറ്റ് ലിങ്ക് ഉണ്ടാക്കിയിട്ടുള്ളത്, ഈ ലിങ്ക് ഉണ്ടാക്കിയിട്ടുള്ളത് നെക്സിൻ എന്ന് പറഞ്ഞ പ്രോട്ടീൻ വെച്ചിട്ടാണ്. അതുകൊണ്ട് നമുക്ക് അതിനെ നെക്സിൻ ലിങ്ക് എന്ന് വിളിക്കാം. കണ്ടോ, നെക്സിൻ ബ്രിഡ്ജ്. ഓക്കെ, നെക്സിൻ ബ്രിഡ്ജ് അല്ലെങ്കിൽ നെക്സിൻ ലിങ്ക് എന്ന് വിളിക്കാം. ദേ ആർ ബിലീവ് ടു മെയിൻറ്റെയിൻ ദ ഇൻറ്റഗ്രിറ്റി ഓഫ് ദ ആക്സൽ കോംപ്ലക്സ് ഡ്യൂറിങ് സ്ലൈഡിങ് മോഷൻ. ഇതിങ്ങനെ സ്ലൈഡ് ചെയ്ത് മൂവ് ചെയ്യുന്ന സമയത്തൊക്കെ അതിൻ്റെ ഇൻറ്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ നെക്സിൻ ലിങ്ക്സ് ആണ്. അതുപോലെ തന്നെ ഇന്നർ സബ്റ്റിബ്യൂൾ ഓഫ് ഈച്ച് പെരിഫറൽ ഡബ്ലറ്റ് ഗീവ്സ് ഓഫ് 2 arms, ഔട്ടർ ആൻഡ് ഇന്നർ. നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതിൻ്റെയൊക്കെ ഇന്നർ ട്യൂബ്യൂളിൽ എന്തുണ്ട്? അതായത് ഇവിടെ 2 കൊമ്പ് പോലത്തെ 2 arms കാണുന്നുണ്ട് അല്ലേ? അതുപോലെ തന്നെ ഇവിടെ 2 ഇന്നറിന് മുകളിൽ മാത്രം 2 കൊമ്പ് പോലെ 2 arms കാണുന്നുണ്ട്. അതിന് നമുക്ക് വിളിക്കാം ഡൈനിൻ. അതുണ്ടാക്കിയുള്ളത് ഡൈനിൻ എന്ന് പറഞ്ഞ പ്രോട്ടീൻ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ ഡൈനിൻ ആംസ് എന്ന് വിളിക്കാം. ഓക്കെ, ഈ 2 arms ഉണ്ടാക്കിയുള്ളത് ഡൈനിൻ എന്ന് പറഞ്ഞ ഈ 2 arms കാണുന്ന ഈ ആംസ് ഉണ്ടാക്കിയുള്ളത് ഡൈനിൻ എന്നുള്ള പ്രോട്ടീൻ വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് അതിനെ ഡൈനിൻ ആംസ് എന്ന് വിളിക്കാം. ആൻഡ് ഔട്ടർ ആം എന്ന് പറയുന്ന ടെർമിനലി ഹുക്കിലേക്കാണ്. ഇവിടെ കണ്ടോ, ഒരു ഹുക്ക് പോലെയാണ് ഈ ഔട്ടർ ആം നിൽക്കുന്നത്. ഈ ഔട്ടർ ആം നിൽക്കുന്നത് ഒരു ഹുക്ക് പോലെയാണ്. അതുപോലെ തന്നെ നെക്സിൻ ലിങ്ക് ഈസ് യൂഷ്വലി എക്സ്റ്റെൻഡ് ബിറ്റ്വീൻ ഇന്നർ ആം ഓഫ് 1 doublet ആൻഡ് ഔട്ടർ സബ്റ്റിബ്യൂൾ ഓഫ് ദ അഡ്ജസൻറ്റ്. ഇവിടെ നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ ഇവിടെ ഉണ്ട് ഇന്നർ ആം. ഇതിൻ്റെ ഇന്നർ ആമും നെക്സിൻ ലിങ്കാണ് ഇത് കാണുന്നത് അല്ലേ? അപ്പോൾ ഈ നെക്സിൻ ലിങ്ക് ഒരു ഡബ്ലറ്റിൻ്റെ ഇന്നർ ആമും അടുത്ത എൻ്റെ ഔട്ടർ ആമും തമ്മിലാണ് കണക്ട് ചെയ്തുള്ളത്. ഇതിൻ്റെ ഔട്ടർ ആണിത്, ഇതിൻ്റെ ഇന്നർ ആണിത്, അങ്ങനെയാണ് കണക്ട് ചെയ്തുള്ളത് നെക്സിൻ ലിങ്ക്. So, dynein arms are believed to produce the force for the local sliding of doublet tubules. ഈ ഡൈനിൻ ആംസ് എന്തിനുള്ളതാണ്? ഡൈനിൻ ആംസ് ആർ ഫോഴ്സ് ഫോർ ലോക്കൽ സ്ലൈഡിംഗ് ഓഫ് ഡബ്ലറ്റ് ട്യൂബ്യൂൾസ്. ഈ ഡബ്ലറ്റ് ട്യൂബ്യൂൾസിൻ്റെ ലോക്കലായുള്ള സ്ലൈഡിങ്ങിനുള്ള ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ 2 കൊമ്പ് പോലുള്ള ഡൈനിൻ ആംസ് ആണ്. ഓക്കെ, മറ്റേ നെക്സിൻ ലിങ്ക് എന്തായിരുന്നു? ഇൻറ്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ആൻഡ് ദിസ് ഈസ് അക്കംപ്ലിഷ്ഡ് ബൈ ദർ സൈക്ലിക് കൺഫർമേഷണൽ ചേഞ്ചസ് വിത്ത് ATP ബ്രേക്ക് ഡൗൺ. ATP എന്താ നിങ്ങൾക്ക് അറിയാം, എനർജി തരുന്ന അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആണ് ATP. അപ്പോൾ ഇതിൻ്റെ എന്താ പറയുന്നത് ഫോഴ്സ് പ്രൊവൈഡ് ചെയ്ത് പറഞ്ഞു ഡൈനിൻ ആംസ്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ATP ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ആണ് എനർജി കിട്ടുന്നത്. ഓക്കെ, the spokes and nexin links serve as elastic connectors which hold the doublets together, preventing them from sliding out of the axon during movement. ഓക്കെ, ഈ സ്പോക്സ്, റേഡിയൽ സ്പോക്സ് ഏതാണ്? റേഡിയൽ സ്പോക്സ് ഇതാണ് റേഡിയൽ സ്പോക്സ്. അതുപോലെ തന്നെ നെക്സിൻ ലിങ്ക്സ് ആണ് എന്ത് ചെയ്യുന്നത്? ഇലാസ്റ്റിക് ആയുള്ള കണക്ടേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അവർ തന്നെ ഡബ്ലറ്റിന് ഹോൾഡ് ചെയ്ത് നിർത്തുന്നത് ഈ 2 സാധനങ്ങളാണ്. എന്തൊക്കെയാണ്? നെക്സിൻ ബ്രിഡ്ജും അതുപോലെ തന്നെ റേഡിയൽ സ്പോക്സ് ആണ് കണക്ട് ചെയ്ത് നിർത്തുന്നത്. Thus, in ciliary activity, dynein arms provide the force for sliding of the microtubules of the doublets. Ciliary activity dynein arms ആണ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഫോർ സ്ലൈഡിംഗ് ഓഫ് മൈക്രോട്യൂബ്യൂൾസ് ഓഫ് ഡബ്ലറ്റ്സിലെ മൈക്രോട്യൂബ്യൂൾസിൻ്റെ സ്ലൈഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ എന്താണ്? ഡൈനിൻ ആംസ് ആണ്. ഈ ഡൈനിൻ ആംസ് ആണ്. അതുപോലെ തന്നെ വേറസ് നെക്സിൻ ലിങ്ക്സ് ആൻഡ് സ്പോക്സ് കൺവേർട്ട് സ്ലൈഡിംഗ് ഓഫ് ഡബ്ലറ്റ് ഇൻടു സീലിയറി ബെൻഡിങ്. ഓക്കെ, പക്ഷേ ഈ നെക്സിൻ ലിങ്ക് അതുപോലെ തന്നെ സ്പോക്ക് എന്ത് ചെയ്യുന്നു? നെക്സിൻ ലിങ്കും സ്പോക്ക് എന്ത് ചെയ്യുന്നു? അത് ഈ കൺവേർട്ട് സ്ലൈഡിംഗ് ഓഫ് ഡബ്ലറ്റിൻ്റെ സ്ലൈഡിങ്ങിനെ ഒരു സീലിയറി ബെൻഡിങ് ആയിട്ട് ആക്ട് ചെയ്യുന്നു, മാറ്റുന്നു, കൺവേർട്ട് ചെയ്യുന്നു. അങ്ങനെയാണ് അതിൻ്റെ മൂവ്മെൻറ്റ് പോസിബിൾ ആവുന്നത്. മനസ്സിലായല്ലോ? സോ നമ്മൾ പറഞ്ഞത് ആക്ഷ്യൽ ഫിലമെൻ്റ് അല്ലെങ്കിൽ ഷാഫ്റ്റിൻ്റെ കാര്യമായിരുന്നു പറഞ്ഞത്. അത് ഓൾമോസ്റ്റ് 3 ഭാഗങ്ങളുണ്ട്. മെട്രിക്സ് കാണാം, ആക്ഷ്യൽ ഫിലമെൻറ്റ് കോംപ്ലക്സ് കാണുന്നുണ്ട്, ക്ലാസ് മെമ്പറേയും കാണുന്നുണ്ട് പറഞ്ഞു. നമ്മൾ പറഞ്ഞത് ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. അതിൽ ഒരു പെരിഫറൽ വൺസ് എന്ന് പറഞ്ഞാൽ 9 പെയറായിട്ട് കാണുന്നുണ്ട്. അതുപോലെ സെൻട്രൽ വൺ സിംഗ്ലറ്റ് ആണ്. അങ്ങനെ 9+2 അറേഞ്ച്മെൻ്റ് ആണ് കാണുന്നത്. അതിൽ ഈ പെരിഫറൽ വൺസിനെ സെൻട്രൽ ഷീറ്റിൽ കണക്ട് ചെയ്യുന്നുണ്ട്. റേഡിയൽ സ്പോക്സ് ഉണ്ട്. റേഡിയൽ സ്പോക്സിന് റേഡിയൽ അവിടെ ഹെഡ് കാണുന്നുണ്ട് കണക്ട് ചെയ്യുന്നത്. ഒരു ട്രാൻസിസ്റ്റർ ജംഗ്ഷൻ കാണാൻ കണക്ട് ചെയ്യുന്ന വഴിയിൽ. പിന്നെ നമ്മൾ അതിൻ്റെ അറേഞ്ച്മെൻറ്റ് പറഞ്ഞു. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.